വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല ആശാനെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണാവോ ഈ സിനിമാ രംഗത്തെ ഈ നടികളെ കാസ്റ്റ് ചെയ്യുന്നത് നിർമ്മാതാവാണോ സംവിധായകനാണോ അതോ സൂപ്പർ സ്റ്റാറുകളാണോ? പലരും പല രീതിയിൽ പലതും പറഞ്ഞു കേൾക്കുന്നത് ഏതാണ് സത്യം? എൻ്റെ അറിവിൽ ആദ്യകാലത്ത് ഒരു സിനിമയുടെ എല്ലാം നിർമ്മാതാവ് തന്നെയാണ്, കൂട്ടത്തിൽ സംവിധായകൻ ഉണ്ടായിരിക്കും. അവർ ചേർന്നിട്ടാണ് ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്, കഥ തിരഞ്ഞെടുക്കുന്നത്, തിരക്കഥ എഴുതിക്കുന്നത് എല്ലാം അവർ തന്നെയാണ്. ഏത് സൂപ്പർ സ്റ്റാർ ആയാലും ലൊക്കേഷനിൽ വന്ന് അവരുടെ ഭാഗം അഭിനയിച്ച് തിരിച്ചു പോവുക, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ചോദ്യം ചെയ്യലില്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞു ചില മാറ്റങ്ങൾ വന്നു. അതായത് നട്ടലില്ലാത്ത ചില സംവിധായകരുടെ പടത്തിൽ ഇവർ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവർ ഭരിക്കാൻ തുടങ്ങും. അവരെന്ന് പറഞ്ഞാല് അറിയപ്പെടുന്ന നടന്മാര്, അതിൽ മമ്മൂട്ടി ഉണ്ടാവാം, അതുപോലെ ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കാം. ഇന്ന ആൾക്കാർ ഒരാളുടെ പേര് പറയുമ്പോൾ അയാൾ മാത്രമാണെന്ന് വിചാരിക്കരുത്, അങ്ങനെ കുറെ പേരുണ്ടാവാം. അപ്പൊ എന്തായാലും പെട്ടുപോയി. ഇനി ഇവര് പറഞ്ഞ് കേൾക്കാമെന്ന് വിചാരിക്കുന്ന സംവിധായകരും നിർമ്മാതാക്കളും പെട്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട് വേറെ. അതായത് മമ്മൂട്ടി എപ്പോഴും ഒരു ഫ്രഷ്നെസ് ആഗ്രഹിക്കുന്നൊരു നടനാണ്. ഞാനും മമ്മൂട്ടിയും പ്രിയദർശനും കൂടി ഒരു ഇന്റർവ്യൂ ഞാൻ പ്ലാൻ ചെയ്യായിരുന്നു. ആ ഇന്റർവ്യൂവിൽ കുറെ ക്വസ്റ്റ്യൻസ് പ്രിയദർശൻ ചോദിച്ചു. അതിൽ നിങ്ങൾ പല നടികളെയും മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ മമ്മൂട്ടി സമ്മതിച്ചു, മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരേ നടികളുമായി അഭിനയിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു അരോചകമായി തോന്നുമെന്ന് പറഞ്ഞു. അപ്പൊ പ്രിയൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 100-ലധികം സിനിമകളിൽ ഒരുമിച്ച് നായകനും നായികയായിട്ട് അഭിനയിച്ച പ്രേംനസീറും ഷീലയും ഇവിടുത്തെ ജനം വെറുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ മമ്മൂട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഇവിടെ ഒരു വലിയ സംവിധായകന്റെ സിനിമ, ഈ ഹരിഹരൻ എന്നുള്ള ലെജൻഡായ ഒരു സംവിധായകന്റെ സിനിമ വരുന്നു. എടുത്തതാവട്ടെ KTCPയിലെ PV ഗംഗാർ ഗൃഹലക്ഷ്മിയുടെ പേരിലാണ്. ആ ഒരു വടക്കൻ വീരഗാഥയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ വടക്കൻ വീരഗാഥയില് ശരിക്ക് ചന്തുവിൻ്റെ കഥ അറിയാലോ, അതിമനോഹരമായിട്ട് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി മാത്രമല്ല, സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്, ക്യാപ്റ്റൻ രാജു അരിങ്ങോട്ടായിട്ട് വിളങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പടത്തിലേക്ക് എങ്ങനെ ആരായിരിക്കണം ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിക്കേണ്ടത്? അപ്പൊ സാധാരണ ഇതിലെ PV ഗംഗാരനൊക്കെ ഹരിയാന ചേർന്നുകൊണ്ട് ഈ നമ്മുടെ മാധവി സൂപ്പർ സ്റ്റാർ ലേഡിയാണെന്ന് മാധവിയെ ബുക്ക് ചെയ്യുന്നു. മാധവിയാണ് ബുക്ക് ചെയ്തെന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിക്ക് അത്ര ഇഷ്ടമായില്ല. മമ്മൂട്ടി പറഞ്ഞു, അവരെ ഇട്ടിട്ട് എന്ത് കാര്യം, അത് ശരിയാവില്ല, ആ റോളിന് ശരിയാവില്ല, വേറെ ആരെങ്കിലും ഇടണം. വേറെ ആരും ഇടണം? വേറെ ഇവിടെ ഫറ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ആ ഫറ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ മാധവിക്ക് വേണ്ടി സംസാരിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു, ഫറയ്ക്ക് വേണ്ടി സംസാരിക്കാൻ മമ്മൂട്ടി അടക്കമുള്ളവരുണ്ടായിരുന്നു. അവസാനം മമ്മൂട്ടി പറഞ്ഞതെന്താ, ഇവരെ ഇട്ടാൽ ഈ പടത്തിന് ദോഷം വരും, കാരണം ഇവര് രാശിയില്ലാത്തൊരു നടിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് PV ഗംഗാൻ ആകെ ടെൻഷനായി. കാരണം ഇത്രയും രൂപ മുടക്കിക്കൊണ്ട് ഇത്രയും MTയുടെ രചന, ഹരിഹരന്റെ സംവിധാനത്തില് ഇത്രയും വലിയൊരു സിനിമ ചെയ്യുമ്പോൾ അതൊരു രാശിയില്ലാത്ത നായിക നടിയെ കാസ്റ്റ് ചെയ്താൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു ടെൻഷൻ നിർമ്മാതാവ് കൂടിയായ PV ഗംഗാനുണ്ടായിരുന്നു. അത് അദ്ദേഹം അങ്ങനെ പലരുമായിട്ടും പങ്കുവച്ചു കൂട്ടത്തിൽ ഇവിടെ ഒരു ഡിസ്കഷൻ വന്നു. MT മോശക്കാരനാണോ? MTക്ക് രാശിയില്ലേ? ഹരിഹരന് രാശിയില്ലേ? പണം മുടക്കുന്ന PV ഗംഗാധരൻ രാശിയില്ലേ? എന്തിന് ഇതിലത്തെ സൂപ്പർ സ്റ്റാറായ ചന്തുവായി അഭിനയിക്കുന്ന മമ്മൂട്ടിക്ക് രാശിയില്ലേ? ഇവർക്ക് 4 പേർക്ക് രാശി ഉണ്ടായാൽ പോരെ ഈ പടം 100-200 ദിവസം ഓടാൻ? വെറും ഒരു മാധവിക്ക് രാശിയില്ലെങ്കിൽ ഈ പടം പൊളിയണമെങ്കിൽ പൊളിയട്ടെ എന്നുള്ള അഭിപ്രായവും പൊന്തി വന്നു. ആ പൊന്തി വന്നപ്പോഴാണ് മമ്മൂട്ടി എന്നിട്ടും സമ്മതിച്ചില്ല. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, എനിക്കിതിൽ പ്രത്യേക താല്പര്യമില്ല. മാധവി ഞാനും മുമ്പും പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഒരു നല്ല ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ ചോദ്യം, അപ്പൊ മമ്മൂട്ടി നിങ്ങൾക്ക് രാശിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് രാശിയില്ലെങ്കിൽ നിങ്ങളെ മാറ്റേണ്ടി വരും ഇല്ലേ? അത് കേട്ട് മമ്മൂട്ടി ആകെ എന്ന് ചോദിച്ചു. അതേ മമ്മൂട്ടി, നിങ്ങളുടെ രാശിയിലാണ്, ഞങ്ങളുടെ രാശിയിലാണ് ഞങ്ങൾ ഈ സിനിമ എടുക്കുന്നത്, മാധവിയുടെ രാശിയിലല്ല. പിന്നെ മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ല. മാധവി അഭിനയിച്ചു, പടം ബമ്പർ ഹിറ്റായി, അതിമനോഹരമായൊരു സിനിമാ കാവ്യമായി മാറിയില്ലേ?